നമ്മൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ദോഷം. നമ്മൾ മലയാളിയല്ലേ അവിടെ കിടക്കുന്നത്. നമ്മൾ സർക്കാർ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അത് നടപടിയായേനെ. സർക്കാർ അതിനൊന്ന് കണ്ണടച്ചിരിക്കുകയാണ്. കർണാടകത്തിലുള്ളവർ കേരളത്തിലും വരാറുണ്ട്, കേരളത്തിലുള്ളവർ കർണാടകയിലും വരാറുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു ജീവൻ വെച്ച് മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്ന ഒരു സംവിധാനം കർണാടകയുടെ സംസ്ഥാന സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്ന് പറയാതെ വയ്യ. അവിടുത്തെ സർക്കാരിന് മാത്രമല്ല നമ്മുടെ സർക്കാരും ഇടപെടാമായിരുന്നല്ലോ. നമ്മുടെ കേരളത്തിൽ ഒരു പയ്യനാണ് പോയത്. അപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ മാത്രം ഈ ജനങ്ങളെ കണ്ടും എല്ലാം കണ്ട് കൈ കൊടുത്തിട്ട് കാര്യമില്ല. അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാരും ഇടപെടണം. ഈ കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടല്ലോ പണ്ടേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്, അതായത് ഇടുത്തേനെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യജീവന് ഒരു വിലയില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ മാതിരി ഒരു ഇതില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചപ്പോൾ കണ്ണൂർ സ്കോഡ് സിനിമ പോലെ ആളവിടെ പോയി പൊക്കി. സർക്കാരിന്റെ അവിടുത്തെ അധികാരികളുടെ മൊത്തം കഴിവേടെന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ എന്ത് സംഭവിച്ചാലും കേരളം തന്നെയാണ് ബെറ്റർ. കേരളത്തിലായിരുന്നെങ്കിൽ അത് 24 മണിക്കൂറിനുള്ളിൽ കണ്ടെടുത്തന്നെയാണ്. നമ്മളൊരു രക്ഷപ്രവർത്തനം ആര് ചെന്നാലും സ്വീകരിക്കണം, അതായിരുന്നു വേണ്ടത്. കാരണം ഒരാൾ രക്ഷപ്രവർത്തനം ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, കടത്തിവിടേണ്ടതാണ്. കാരണം ഒരു ജീവനാണ് നമ്മൾ വില നൽപ്പിക്കേണ്ടത്. ചാനലാര് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കളിക്കുന്നത്, അല്ലാണ്ട് ഉണ്ടായില്ലല്ലോ. സാധാരണക്കാരന് എന്ന് വെച്ചാലും ആരും ഉണ്ടാവൂല. VIP കളൊക്കെ ആണെങ്കിൽ പണ്ടേ ഇപ്പൊ പുറത്തെടുത്തത്. സാധാരണക്കാർക്ക് പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവൂല. കാശുള്ളവന്റെ സ്വാധീനമുള്ളതിനെ കൊണ്ട് ആളുണ്ടാവുള്ളൂ. അഭിപ്രായം നമ്മൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ദോഷം. നമ്മൾ മലയാളിയല്ലേ അവിടെ കിടക്കുന്നത്. നമ്മൾ സർക്കാർ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അത് നടപടിയായേനെ. സർക്കാർ അതിനൊന്ന് കണ്ണടച്ചിരിക്കുകയാണ്. സർക്കാർ അവിടെ ലക്ഷം കൊടുത്തിട്ട് പെട്ടെന്ന് സാധിച്ചെടുക്കണമെന്ന് പറഞ്ഞ് നടക്കൂലേ. അപ്പൊ അത് നമ്മുടെ സർക്കാരിന്റെ ദൂഷ്യം തന്നെയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, അപ്പൊ ഇവിടെ നമുക്ക് മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനെക്കുറിച്ച് വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇതാക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് ആള് വേണ്ടി വേണം. ഇതിനൊന്നും തുനിയാതെ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഒരു ലോറിയും കണ്ടുപിടിച്ചിട്ടില്ല, ഈ ആളെയും കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വണ്ടിയല്ലേ, ചെറിയ വണ്ടിയൊന്നുമല്ല, വലിയ വണ്ടിയാണ് കിടക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം അനാസ്ഥ അല്ലാതെ വെറുതെ. ഇതിനെപ്പറ്റി അവിടുത്തെ ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ ഗവൺമെന്റ് ഇതിന് കഴിവില്ല, അതാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. അപ്പൊ എത്ര പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം. പാസ്സായിരുന്നു. അത് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ഇടപെടണം, എന്നാലാണ് ഒന്നുകൂടി കാര്യക്ഷമമാകുള്ളൂ. ഇവർ മിണ്ടാണ്ടിരുന്ന കാര്യമില്ലല്ലോ. ഇതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അതിന് ഇത് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതൊക്കെ ശരിയാ. ഇത് ചാനലാര് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ കളിക്കുന്നത്, അല്ലാണ്ട് ഉണ്ടായില്ലല്ലോ. ചാനലുകാരെ അതിനകത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്താണ്. നിലവില് നമ്മൾ കേരളവും കർണാടകവുമായിട്ട് നോക്കുമ്പോൾ ഈ രണ്ട് സംസ്ഥാനത്തെയും സിസ്റ്റങ്ങളൊക്കെ സെയിമാണ്. പക്ഷെ നമുക്കിവിടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, ഉദാഹരണം കവളപ്പാറ, കൂട്ടിക്കൽ, അതുപോലെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ, അതുപോലെ ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായ സമയത്തൊക്കെയും അധികാരികളെക്കാട്ടിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാട്ടി കൂടുതൽ അവിടെ ഓടിയെത്തിയത് ജനങ്ങളായിരുന്നു. ആ ജനങ്ങളാണ് ഓടി വന്ന് അവിടെ ആ ഒരു പെട്ടെന്നൊരു അവിടെ ഒരു രക്ഷപ്പെടുത്താനുള്ള സംവിധാനത്തിന് വേണ്ടി സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ഇറങ്ങിയ കുറേ ആളുകളുണ്ടായിരുന്നു. കർണാടകയെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അവിടുത്തെ സിസ്റ്റം വളരെ പരാജയമായിരുന്നു. 3-ാമത്തെ ദിവസത്തിന് ശേഷമാണ് അവർ ഇങ്ങനെ ഒരു സംഭവം അവിടെ ആ സംസ്ഥാനത്ത് നടന്നിട്ട് അവരുടേതായ സംവിധാനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നതും അന്വേഷിക്കുന്നു. പക്ഷെ കേരളമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി അധികാരികളുടെ ശ്രദ്ധ അവിടേക്ക് വന്ന് എത്രയും പെട്ടെന്ന് ഒരു 24 മണിക്കൂർ അങ്ങനെ ഒരു സംവിധാനം വന്നേനെ. പക്ഷെ ഒരിക്കലും നമുക്കത് ഒരു നിരാശ, ഒരു ജീവൻ വെച്ചാണ് അവർ കളിച്ചത് എന്നുള്ളത് വളരെ നിരാശ. അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ, നമുക്ക് മീഡിയകളിലൂടെ കിട്ടിയ വാർത്തകൾ അനുസരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ പോലും ഒരു ഡ്രൈവർ അല്ല എന്ന് ചോദിച്ചു നമ്മൾ കേട്ടു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്ന ആളുകളാണ്. കർണാടകത്തിലുള്ളവർ കേരളത്തിലും വരാറുണ്ട്, കേരളത്തിലുള്ളവർ കർണാടകയിലും വരാറുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു ജീവൻ വെച്ച് മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്ന ഒരു സംവിധാനം കർണാടകയുടെ സംസ്ഥാന സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്ന് പറയാതെ വയ്യ. ചിലപ്പോൾ അർജുൻ മാത്രമല്ല മറ്റാൾക്കാരും അവിടെ കുടുങ്ങി പോയിട്ടുണ്ടോന്നും നമുക്കറിയില്ല. അവിടുത്തെ സർക്കാരിന്റെ ഇടപെടലുകൾ ഫലപ്രദമായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അവിടുത്തെ സർക്കാരിന് മാത്രമല്ല നമ്മുടെ സർക്കാരും ഇടപെടാമായിരുന്നല്ലോ. നമ്മുടെ കേരളത്തിൽ ഒരു പയ്യനാണ് പോയത്. അപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ മാത്രം ഈ ജനങ്ങളെ കണ്ടും എല്ലാം കണ്ട് കൈ കൊടുത്തിട്ട് കാര്യമില്ല. അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാരും ഇടപെടണം.
ഓക്കെ, ഇവിടുത്തെ സർക്കാർ പദ്ധതികൾ മന്ത്രിമാരെ ഇപ്പം കോഴിക്കോട് നിന്ന് MP പോയിട്ടുണ്ടായിരുന്നു, MK രാഘവൻ അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. രാഘവൻ സാറ് ഇന്നലെ പോയി. ഇതെല്ലാം സംഭവം കഴിഞ്ഞ് ഇന്നലെ 6-ാം ദിവസം എല്ലാവരും പോയത്. സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? അതിനു മുമ്പുള്ള ആൾക്കാർ നമുക്കൊരു മുഖ്യനുണ്ടല്ലോ, അതിനുള്ള അന്വേഷിച്ചിട്ടുള്ള മന്ത്രിമാരെ അവർക്ക് പോയിരുന്ന് അതിന് രക്ഷാപ്രവർത്തനത്തിന് ഒരു ചുക്കം പിടിക്കാമായിരുന്നു. ഈ കേരളത്തിലെ അറിഞ്ഞിട്ടുണ്ടല്ലോ പണ്ടേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്, അതായത് എടുത്തേനെ ഇപ്പൊ അത്രയും വേസ്റ്റ് ആയിട്ട് കിടന്ന ഇതിനകത്ത്, അതായത് ഇന്നലായിട്ട് പൂട്ടിച്ചത് ബോബി പോത്തി ഗോൾഡ് മകൾ വരെ അതിനകത്തേക്ക് കുസുമാലിന്യം തള്ളിയെന്ന് പറഞ്ഞു വാട്സാപ്പിൽ വന്നാൽ നമ്മൾ കണ്ടിട്ടില്ല. അവ കേരളത്തിലെ അറിഞ്ഞ് അതിൻ്റെ അകത്ത് പോയ ആളുടെ ബോഡി വരെയും ഇറങ്ങിയെടുത്തു. അത് ചെവിയിലൊക്കെ നമ്മൾ കണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിനെ വെട്ടാനായിട്ട് കേരളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ. കർണാടക സർക്കാരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇന്നിപ്പോൾ ഉച്ചക്കലത്തെ വാർത്ത കണ്ടില്ല, അതിന്റെ മുതലാളിനെ പോലും അടുപ്പിച്ചില്ല എന്ന വാർത്തയിൽ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു ദുരിതപൂർണമായ ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, അത് എങ്ങനെ ആയിക്കോട്ടെ, ഒരു മൃഗം വണ്ടി ഇടിച്ചിടന്നാലും നമ്മളൊക്കെ നോക്കും, പറ്റിയെങ്കിൽ ഇത്തിരി വെള്ളം കൊടുക്കും. ഒരു ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യജീവനാണ് കിടക്കണേന്നുള്ള ഒരു ഇതും കൂടിയില്ല. കാര്യം മഴയാണ്, പ്രതികൂല കാലാവസ്ഥ അല്ല, അനുകൂല കാലാവസ്ഥ അല്ല, പ്രതികൂല കാലാവസ്ഥയാണ്. എന്നാലും നമുക്ക് ഒരു സജ്ജീകരണം വേണ്ടേ? ഇത് അത്രയും ആൾക്കാരുണ്ട്, വലിയ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യജീവന് ഒരു വിലയില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ മാതിരി ഒരു ഇതില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചപ്പോൾ കണ്ണൂർ സ്കോഡ് സിനിമ പോലെ ആളവിടെ പോയി പൊക്കി എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഇവിടെയാണെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാഷണൽ പെർമിറ്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാ. കുതിരയുടെ ചാണകത്തിൽ തുപ്പിയിട്ട് എന്നെ തല്ലിയതാ, എനിക്ക് തല്ലുകൊണ്ടതാ ഈ കർണാടകയിൽ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത്, മനസ്സിലായോ? ഒസൂരി കർണാടകയിൽ. അപ്പോൾ അതാണ് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കവും ഇല്ല, ജനങ്ങളായിട്ടുള്ള സമ്പർക്കം ഒന്നും മനുഷ്യന്മാർക്ക് ഇല്ല. അതന്നെ സാധാരണക്കാരന് എന്ന് വെച്ചാലും ആരും ഉണ്ടാവൂല. VIP ആണെങ്കിൽ പണ്ടേ ഇപ്പൊ പുറത്തെടുത്തത്. സാധാരണക്കാർക്ക് പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവൂല. കാശുള്ളവന്റെ സ്വാധീനമുള്ളതിനെ കൊണ്ട് ആളുണ്ടാവുള്ളൂ. അതാ സർക്കാരിന്റെ കഴിവേട്. കേരളത്തിലാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എടുത്തേനെ. ഇനി എന്താ സ്ഥിതി? കുടുംബം കാത്തിരിക്കുന്നു. സർക്കാരിന്റെ അവിടുത്തെ അധികാരികളുടെ മൊത്തം കഴിവേടെന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ എന്ത് സംഭവിച്ചാലും കേരളം തന്നെയാണ് ബെറ്റർ. കേരളത്തിലായിരുന്നെങ്കിൽ അത് 24 മണിക്കൂറിനുള്ളിൽ കണ്ടെടുത്തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്നുള്ള മന്ത്രിമാരും ബാക്കിയുള്ള എല്ലാം കൂടെ ഇനി സ്പീഡാക്കി കാര്യങ്ങൾ നീക്കുക. എന്താ ചെയ്യാൻ പറ്റും? ആ കുടുംബത്തിൻ്റെ കൂടെ നമ്മളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. കേരളത്തിലാണെങ്കിൽ കാണാതിരുന്നത് സഡൻലി ഗവൺമെന്റ് ഇടപെടും, ഇല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ എടുക്കും. ഇതിപ്പോ മലയാളികളാണ് കൂടുതൽ, ഇവിടെ ഡ്രൈവറൊക്കെ മലയാളിയാണ്. എന്നൊന്നും അറിയില്ല അതിനെപ്പറ്റി. ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നു. കേരള ഗവൺമെന്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഇതായാനെ. ഇത് കർണാടക ഗവൺമെന്റ് ആദ്യം 2-3 ദിവസത്തേക്ക് അവരൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ മാധ്യമങ്ങളും മറ്റേ ഈ ചാനലുകളും വന്നപ്പോഴാണ് അവർക്ക് ഇത് തോന്നി പിന്നെ തുടങ്ങിയത്. കഷ്ടമായി പോയി. എന്തായാലും ഇത്തിരി നേരത്തെ നോക്കി രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രക്ഷാപ്രവർത്തനം ഓൾറെഡി നടക്കുന്നുണ്ട് അവിടെ, ഇല്ലേ? ദുരിതാശ്വാസനെ ഏറ്റവും എത്തിയിട്ടുണ്ട്. കുറെ പേരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് നദിയിൽ പോയി എന്നുള്ള ഇന്നത്തെ അന്വേഷണം. അവിടെ ഒഴുക്ക് ഭയങ്കര കൂടുതലെന്ന് പറയണത്. പിന്നെ മണൽത്തട്ടുകൾ ഇപ്പൊ പരിശോധിച്ചു കൊടുക്കുക. ഇന്ന് മുതല് മണൽത്തട്ടുകളെ അടിഞ്ഞുകൂടിയുണ്ട്, അതൊക്കെ പരിശോധിച്ച് ഡ്രഡ്ജ് ചെയ്ത് വരുന്നൊരു അഭിപ്രായം ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ അന്വേഷണം തുടങ്ങിയത്. കാര്യക്ഷമമായി സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായതെന്നാണ്. പൊതുവെ ആൾക്കാർ പറയുന്നത് കേരളത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഡിലേ വരില്ല, കർണാടക സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്നു. അതേക്കുറിച്ച് അത് തന്നെയാണ് എല്ലാവരും പറയണത് തന്നെയാണ് ശരിക്കും. അത് എല്ലാവരുടെയും അഭിപ്രായം തന്നെ. വീട്ടുകാരുടെയും അവരെ അലംഭാവമാണ് കാണിക്കണേന്ന് പറയണം ശരിക്കും. അത് അവിടെ ഇതിനും ആദ്യത്തെ അനുഭവമാണ് ഇവിടെ. നല്ല പിന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ. അവര് വലിയ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കല്ല. ഒറ്റപ്പെട്ട ഏരിയ, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഇതായിട്ടുള്ള സാധനങ്ങൾ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേ. പക്ഷെ അത് ശരിക്കും അവരുടെ അലംഭാവം തന്നെയാണ് ശരിക്കും. അത് കേരളത്തിലെ പോലീസ് അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ്. അവരൊരു വശം സംസ്ഥാനത്തിരിക്കലോ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് അന്വേഷിച്ച് പിടിച്ച് അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കേരളത്തില് ആയിരുന്നെങ്കിൽ ശരിയാണ്, ഇത്രയും ദിവസം താമസം വരില്ല. 2 ദിവസം കൊണ്ട് ബോഡി എവിടെ ഉണ്ടെങ്കിലും എടുത്തേന്. ഇത് ലോറിയെ പാടി പോയിട്ട് ഇത്രയും താമസം വന്നു എന്ന് പറയുന്നത് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അതൊക്കെ നടന്നു പോയത്. ഇതിനിപ്പോ ഒരു മുൻകൈ ആരും എടുക്കള്ള എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഒഴുക്കിൽ പെട്ടിട്ടുണ്ടാവുമോ എന്താന്ന് നമ്മൾക്ക് ശരിക്കും ബോധ്യമില്ല. പിന്നെ അവരെ പരമാവധി അവർ നോക്കി. പിന്നെ എവിടെയാണെന്ന് മലയാളീസും കൂടി അപ്പാട് കടത്തി വിട്ടെങ്കിൽ ശരിയായേനെ. പക്ഷെ അവരത് കടത്തി വിട്ടില്ല. നടത്തിയിട്ടുണ്ട്, പക്ഷെ നടത്തിയാലും അവരെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവരൊന്ന് നമ്മളൊരു രക്ഷപ്രവർത്തനം ആര് ചെന്നാലും സ്വീകരിക്കണം, അതായിരുന്നു വേണ്ടത്. കാരണം ഒരാൾ രക്ഷപ്രവർത്തനം ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? കടത്തി വിടേണ്ടതാണ്. കാരണം ഒരു ജീവനാണ് നമ്മൾ വില നൽപ്പിക്കേണ്ടത്. അതേസമയത്ത് ഒരു മൃഗത്തിനാണെങ്കിൽ അവര് പെട്ടെന്ന്
കൈകാര്യം ചെയ്തേനെ. പക്ഷെ ഇതൊരു മനുഷ്യനെ അവർ അത്രയും വില കൽപ്പിച്ചില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരള സർക്കാരിന്റെ ഇവിടുന്ന് കുറെ പേര് പോയിട്ടുണ്ടായിരുന്നു, അവരതിൽ സഹകരിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ അറിവ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 100-300 പേര് പോയിട്ടുണ്ടായി, അവരെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. അവരെയൊക്കെ അടുപ്പിച്ച് അതിനോട് യോജിച്ച് പോകാൻ കർണാടക സർക്കാർ തയ്യാറായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഉചിതമായെന്ന്. വളരെ മോശം കാര്യങ്ങളാണ്. കാരണം നമ്മുടെ അവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആദ്യം ഒരു ചൂടുണ്ടാവില്ല, പിന്നെ കാര്യം ആള് മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അന്വേഷണം തുടങ്ങുന്നത്. അതുപോലെ ആ തിരുവനന്തപുരത്ത് ഉണ്ടായ സംഭവം ഇതേപോലെ തന്നെയാണ്, ഏകദേശം ഇത് അതേപോലെ തന്നെയാണ്. അത് നമ്മൾ എന്ത് കാര്യം ആരംഭത്തിൽ തന്നെ പരാതി കൊടുക്കുമ്പോൾ ഊർജിതമായിട്ട് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. സർക്കാർ ഫലപ്രദമായിട്ട് ഇടപെട്ടില്ല എന്ന് വ്യാപകമായിട്ടൊരു വിമർശനം. സർക്കാർ, കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് അവര് ഇൻവോൾവ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നോക്കം പോയേക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്നിരുന്നാലും കേരളത്തിലായിരുന്നെങ്കിൽ ഈ സംഭവം ദ്രുതഗതിയിൽ സംഭവം നടന്ന് എളുപ്പത്തിൽ മാറ്റപ്പെടുന്നതായിരുന്നു. ഇപ്പൊ അന്യ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ഭൂകമ്പം വന്നാലും വെള്ളപ്പൊക്കം വന്നാലും നമ്മളത് അറിയാലോ. അത്രയും നമ്മളെ വില്ലിങ്ങാണ് ഈ കാര്യത്തിൽ. പക്ഷെ അത് നമ്മളായിരുന്നെങ്കിൽ ഇതില് ഒരു 2 ദിവസം മുമ്പ് തന്നെ സംഭവം ക്ലിയർ ആയാനെ. സർക്കാരിന്റെ ഇടപെടൽ ഫലപ്രദമായിരുന്നോ? വളരെ മോശം, വളരെ മോശം എന്ന് പറയാൻ കാരണം ഒരു ജീവന് ഒരു വിലയും കൽപ്പിച്ചില്ല. നമ്മൾ മുൻപോട്ട് മണിക്കൂറുകൾക്ക് മുമ്പിൽ ആളെ പൊക്കിയെടുത്തേനെ എവിടെയാണെങ്കിലും. കാരണം കേരളവും കർണാടകയും കേരളം വിട്ട് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെരുവാണല്ലോ കൊറോണ സമയത്ത് മനുഷ്യനെ കത്തിക്കണേണ്ടത്. അത് തന്നെ ഏറ്റവും വലിയൊരു നഗ്നമായ സത്യമല്ലേ. കർണാടക സർക്കാരിന്റെ വളരെ ഗുരുതരമായ തെറ്റാണത്. കേരളത്തിലായിരുന്നെങ്കിൽ നിമിഷം കൊണ്ട് അർജുനനെ പുറത്തെടുത്തേന. ഇത് ഭയങ്കര വീഴ്ചയാണ് കർണാടക സർക്കാർ നടത്തിയിട്ടുള്ളത്. അല്ലല്ല, നമ്മളിപ്പോ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അവിടുത്തെ സർക്കാരിന്റെ അനാസ്ഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇനിയും എന്താണെന്ന് ഇപ്പോഴും ഒരു ഇത് വന്നിട്ടില്ല. സർക്കാർ ഇപ്പൊ ഇവിടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് മരങ്ങൾ നിൽക്കും. മരങ്ങൾ നിന്ന് കഴിയുമ്പോൾ മരം മറിഞ്ഞാലൊക്കെ മരിച്ചു കഴിയുമ്പോൾ സർക്കാർ കണ്ടു കൊടുക്കുള്ളൂ. അതുവരെ ആരും കണ്ടു കൊടുക്കലുണ്ടാവില്ല. അതിപ്പോ ഇല്ല, ഇത്തരം സംഗതികളൊക്കെ അങ്ങനെ തന്നെയാണ്.